എന്റെ സാഹിത്യം ഞാനൊന്ന് പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. സാഹിത്യം പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചെന്നാ? പിടികിട്ടിയില്ല? ഇല്ല. വടക്കേ കുഞ്ഞമ്മ അവാർഡ്. എന്താ അവാർഡ്? വടക്കേ കുഞ്ഞമ്മ അവാർഡിലോട്ട് ഞാനൊരു നോവൽ എഴുതി അയക്കുന്നു. എന്താ ചിരി? ഇതാണ് ഇത്ര വിഷയായിരിക്കും സീരിയസ് ആയിട്ട് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞത്. എടാ ചെറുക്ക, ആദ്യം പേരെ പൈസ ഇട്ടിട്ട് വാ. അത് നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും, എനിക്കിത് വലിയ കാര്യമാണ്. കേശു, നീ നിന്റെ സമയം വേസ്റ്റ് ആക്കി, ആ പേപ്പറും വേസ്റ്റ് ആക്കി, ഇതൊക്കെ എഴുതി അയച്ചിട്ട് അവര് വായിക്കുന്നു നിനക്ക് തോന്നണുണ്ടോ? അവര് വായിക്കുകയൊക്കെ ചെയ്യും. അതെ, നിങ്ങൾ വീട്ടുകാരാണ് കേട്ടോ. പണ്ടേ മുതലേ ഒരു മനുഷ്യനെ അംഗീകരിക്കൂലല്ലോ. എടാ, കഴിവില്ലാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെല്ലം വിളിച്ചാൻ പറയും. എടാ, ഈ കഴിവില്ലാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ അത് നമ്മുടെ സമൂഹത്തിന് ദോഷമാടാ. അതുകൊണ്ടല്ലേ നിനക്ക് അവാർഡ് വല്ലതും കിട്ടുമോ? അയച്ചാലും കിട്ടുമല്ലോ. അയക്കുന്നു, അവരിത് വായിക്കുന്നു, അവാർഡ് എടുത്ത് തരുന്നു, ഫസ്റ്റ് പ്രൈസ്, അത്രേ ഉള്ളൂ. തല്ലുണ്ടാക്കി എടുക്കേണ്ടി വരും, അല്ലാതെ അവര് വായിച്ച് നിനക്ക് അവാർഡ് കിട്ടുമെന്ന് നീ ജന്മത്തിൽ വിചാരിക്കണ്ട. ഇപ്പൊ എന്തിനൂടെ നീ കുറ്റിയടിച്ചിരിക്കണം? അങ്ങോട്ടാ പോക്കൂടെ? എങ്ക് എടാ, അതിന്റെ പൈസ ഒന്ന് ഇട്ടിട്ട് പാടാ. നിനക്ക് എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഒരു സഹായം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് പോയി തരുന്ന എനിക്ക് ഏറ്റവും വലിയ സഹായം. എന്തേലും ചെയ്യും. ചെല്ലി പോ. ഒരു കാര്യം ചോദിക്കട്ടെ? നേരത്തെ പറഞ്ഞ അവാർഡില്ലേ, വടക്കേ കുഞ്ഞമ്മ അവാർഡ്? വടക്കേ കുഞ്ഞമ്മ അവാർഡ്. അതിന്റെ ശരിക്കുള്ള ഒരു സെറ്റപ്പും പരിപാടിക്ക് എങ്ങനെയാണ്? അത് നമ്മള് നോവൽ എഴുതുന്നു, അയക്കുന്നു, അവര് ഫസ്റ്റ് പ്രൈസ് അവാർഡ് തരുന്നു. ഏത് അഡ്രസ്സിലോട്ട് അയക്കുന്നു? അഡ്രസ്സാ? എന്തിനാ ചേച്ചി അഡ്രസ്? അല്ല, വെറുതെ ഒരു പൊതുജ്ഞാനത്തിന് വേണ്ടിട്ട് ഞാൻ ചോദിക്കുന്നത്. ചായ കുടിക്കാൻ കാരണം അവിടെ പറയാൻ പറ്റുമെങ്കിൽ താൻ പറ. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ അയച്ചാൽ മതിയേ കേട്ടാ. കാര്യമൊക്കെ നമുക്ക് പിടികിട്ടി. വേണ്ട കേട്ടാ. ബാലേന്ദ്രൻ തമ്പിയുടെ ഒരു മോൻ, ഒരാള് അയച്ചാൽ മതി. എടാ, സംഭവം എന്താന്ന് വെച്ചാല്, സിദ്ധുവിന്റെ വീട്ടില് വെറുതെ ഇരുന്നപ്പോ ഞാനും ഇതേപോലെ പയ്യെ എന്റെ കഴിവൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുക്കുന്ന നേരത്ത് ഞാനും കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ സിദ്ധുവിന്റെ വീട്ടിൽ നിന്ന് എഴുതാൻ. നല്ല കാറ്റ്, വെളിച്ചം, ഭയങ്കര ഒരു മൂഡാണ്. ആ വരാന്തയിലുണ്ടല്ലോ, ആ പേപ്പറും പേനൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോ തന്നെ നമ്മുടെ കൺമുമ്പിൽ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വലിയ വലിയ കുറെ ആൾക്കാരൊക്കെ അവിടെ വന്ന് എഴുതിയിട്ടൊക്കെ പോയി എന്നാ അവിടുത്തെ അമ്മയൊക്കെ പറയാറ്. സത്യമായിട്ടും? എന്നാ പിന്നെ ഞാനിവിടെ അങ്ങോട്ട് വരട്ടെ. അവിടെ പോയിരുന്നു ചെയ്താ? അത് വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അമ്മയ്ക്ക് നിന്നെ നോക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അയ്യോ, എന്നെ നോക്കണ്ട, ഞാൻ ആ മൂലയ്ക്ക് വല്ലതും ഇരുന്ന് എഴുതിട്ട് അങ്ങ് വെക്കോളാം. എടാ, എന്നാലും സമയാസമയം നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണ്ടേ? ഒന്നാമത് കുഴിപ്പുറത്ത് അമ്മയ്ക്ക് വയ്യ. അത് വയ്യാതാവൂല്ലോ, ചേച്ചിയല്ലേ എന്ന് കയറിയത്. അഡ്രസ് പറഞ്ഞു. അഡ്രസ് പറഞ്ഞുതരാം. ഇപ്പൊ ചോദിച്ചില്ല ഞാൻ. ഇപ്പൊ എനിക്ക് നല്ല അഡ്രസ് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തെടുത്തു. അല്ലേ ഞാൻ എഴുതരാം. അഡ്രസ് വേണ്ട. കൈ കിട്ടിയ ചാൻസ് ആയിരുന്നു, അത് പോയി. പക്ഷെ ചേച്ചി പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ വീട്ടിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റൂല, വേറെ എവിടെങ്കിലും പോണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.